കാലം തൊട്ടേ ആറ്റുനോറ്റു പോറ്റിയതല്ലേ. പകലിരവിൽ നിനക്കു വേണ്ടി പലതും സഹിച്ചതല്ലേ. ഉമ്മാനെ ആരും കരയിക്കരുതേ, ഉള്ളറിയും പോൽ നോവിക്കരുതേ. ഉമ്മാനെ ആരും കരയിക്കരുതേ, ഉള്ളറിയും പോൽ നോവിക്കരുതേ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണം കേട്ടോ. ഉമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വന്നതാണ് ഉമ്മാനൊന്ന് തേച്ചൊരിച്ച് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടോള് നഖമൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കട്ടെ എന്ന് കരുതിക്കാണ്ടേ. അപ്പോൾ എനിക്കതിനൊന്നും ഒഴിവ് കിട്ടിയിട്ടില്ല. അങ്ങക്ക് അറിയണല്ലേ, പൊന്നൂന് തീരെ വയ്യ, പനിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഷെയ്മോളില്ല ദിവസമായതുകൊണ്ട് ഓളെ എന്നെ അങ്ങോട്ട് തേച്ചൊരിച്ച് കുളിപ്പിച്ചൊക്കെ കൊടുത്ത് കഴിഞ്ഞ് തിരുമ്പാലൊക്കെ തിരുമ്പണം പറഞ്ഞ് അവിടെ കൊണ്ടേ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉമ്മാൻ്റെ നഖമൊക്കെ ഉണ്ട്, അതൊക്കെ വെട്ടി കൊടുക്കണം പറഞ്ഞു കാണ്ടി. അപ്പോൾ വീഴാൻ പോകുന്നുണ്ട്. ഓളെന്നെയാണോ ഒക്കെ നോക്കണോ ഒക്കെ കേട്ടോ. ഇവിടെ വന്നാൽ ഓളെന്നെയാണ് കാര്യമായിട്ട് കുളിപ്പിച്ച് കൊടുക്കലും നഖം വെട്ടി കൊടുക്കലും തലയിൽ പാൻ നോക്കി കൊടുക്കും. ഇങ്ങനത്തെ പണികളൊക്കെ ഓൾക്ക് തന്നെയാണ് കേട്ടോ. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ അധികം ഞാൻ തന്നെ നോക്കും. പിന്നെ ഉമ്മ തീരെ വയ്യാതായാൽ പിന്നെ നമ്മൾ തന്നെ നോക്കണമല്ലോ. ഇപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഴണമൊക്കെ ഉണ്ട് ഉമ്മ. അപ്പോൾ പിന്നെ ഞാനാണ് കൂടി നിൽക്കുകയാണ് കേട്ടോ. കുറേ ദിവസമായി ഇപ്പോൾ പോയിട്ടില്ലേ. അപ്പോൾ ഞാൻ പറയും ഉമ്മാനോട് കുറച്ച് ദിവസം ഇങ്ങോട്ട് പോരും ഉമ്മ അറിഞ്ഞു. ഞാൻ ഒന്നാമത് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഉമ്മാക്ക് ഭയങ്കര തീർപ്പതിയാണ് കുട്ടികളപ്പം ഇങ്ങനെ കളിച്ചാനൊക്കെ. പിന്നെ എന്താ വെച്ചാൽ പൊന്നൂൻ്റെ മിന്നൂൻ്റെ അത്രയും നടക്കാൻ വയ്യാന്നുള്ളൂ. അത് വീഴാൻ പോകും കുത്തി മറിഞ്ഞുകാണ്ട്. വടി വെച്ചാലും അങ്ങനെ തന്നെ. പിന്നെ ഇപ്പം ഒന്നാമത് പറഞ്ഞവും കേൾക്കൂല, അവരടുത്ത് ഇരുത്തിയാൽ ഇരിക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു ഇങ്ങനെ നിൽക്കും. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് ഓലൊക്കെ നോക്കൂട്ടോ. പിന്നെ നമ്മളെ ഋതുണ്ട്, ഓനും നോക്കും. അപ്പോൾ അതിൻ്റെ അടിയിൽ അടുക്കളയിലേക്ക് ഓടിയിട്ടോ ലേസം അയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അയില ലേസം വെന്ത് ഓതിയ മാതിരി കുറച്ചിങ്ങോട്ട് ചീഞ്ഞ പോലെയൊക്കെ ആയിട്ടുണ്ട്. ഏതായാലും ഞാൻ പൊരിച്ചാന്ന് കരുതി. മറ്റേ ആ ചാറൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്നിനും പറ്റാതാവും. ആകെ അലുക്കുലുക്ക് വെള്ളം പോലെ ആവും. അപ്പം എന്നാൽ നല്ലോണം മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ലേസം സുറുക്കിയൊക്കെ ഊറ്റിച്ചു ഞാൻ കേട്ടോ. ലേസം ഉപ്പിട്ട് പിന്നെ വെളുത്തുള്ളിയാണ് കാര്യമായിട്ട് ചായച്ചുകാട് ഇടുക കേട്ടോ ഞാൻ. അല്ലാതെ വേറെ സാധനങ്ങളൊന്നും ഇടൂല. അപ്പോൾ അതൊക്കെ ഇട്ടുകാണ്ടാണ് പൊരിച്ചട്ടെ എന്ന് കരുതിക്കാണ്ടേ അതൊന്നാണ് കായം കൂട്ടി വെച്ചു കേട്ടോ ഞാൻ. പിന്നെ കണ്ട മക്കളെ ഒക്കെ മാറാലെ പിടിച്ച് കിടക്കുന്നുണ്ട്. ഒന്നാമത് നമ്മൾ ആ ഡൈനിങ് ടേബിളിൻ്റെ അവിടുത്ത് ഒന്നാമത് അതിന് ജനലൊന്നും ഇല്ലായിട്ടേ. മറ്റീനൊക്കെ ജനലുണ്ട്, ഇതിനും പിന്നെ ആ കോണിക്കൂടിൻ്റെ ഭാഗങ്ങൾക്കൊന്നും ജനലില്ല കേട്ടോ. അപ്പോൾ അതും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വൃത്തിയാക്കാൻ ഞാൻ മാറാമ്പിലും പിടിച്ചും. പിന്നെ അതേപോലെ ഒരു തരം ജന്തുണ്ടല്ലോ ആ കമ്പിമ്മൽ ഇങ്ങനെ കൂട് കിട്ടും. അപ്പോൾ അത് കാണുമ്പോൾ ഒരു പിരിപിരിയാണ് എനിക്ക് കേട്ടോ. അപ്പോൾ അതാണ് വൃത്തിയാക്കിയാൽ കുറേ സമാധാനമാണല്ലോ. പിന്നെ ജനലില്ലായിട്ടേ അങ്ങനെ പൊടിയൊക്കെ പാറിക്കാണ്ട് വരും. പിന്നെ ആ കർട്ടന് അതിമൊക്കെ നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഒരു ബെഡ്ഷീറ്റ് കീറിക്കാണ്ടേ അവിടെ 4 മൂലയിൽ കെട്ടിയിട്ടാണ് ഞാൻ. ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്തുകാണ്ടാണ് കഴുകി നന്നാക്കും. ഞാൻ കമ്പിയൊക്കെ ഒന്നും ഇങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കട്ടെ കേട്ടോ. കുറേ ദിവസമായി ഇതിന് ഒരുങ്ങി നിൽക്കണ്, പക്ഷെ അതിനൊന്നും കൂടൂല. അപ്പം ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും ഇതിന് ഭാഗത്തേക്കൊന്നും നോക്കണ്ടാന്ന് ഞാൻ കരുതണുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മളെ ബൺ മെറ്റീരിയൽ വരുന്നുണ്ട് കേട്ടോ. അത് ഇനി വന്ന അപ്പം ഞാൻ ഷോർട്ട് ഇടും, അല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഇടും. ഇത്തിരി വില കുറച്ച് കൊടുക്കണമെന്ന് മനസ്സിൽ നല്ല പൂതി ഉണ്ടായിട്ട് കുറേ കാലമായിട്ടോ. അപ്പം തരുന്നോലെ നമുക്ക് 10 ഉറുപ്പ്യ കുറച്ച് തന്നാൽ തന്നെയല്ലേ ഉള്ളൂ. അമ്മക്കും തന്നെ നിങ്ങൾക്ക് 10 ഉറുപ്പ്യ കുറച്ച് തരാൻ കഴിയുള്ളൂ. ലാഭമല്ലാതെ ആരും ഇപ്പം ഈ പണിക്ക് നിൽക്കൂലല്ലോ. അതിമൊന്നൊരു 10 ഉറുപ്പ്യ കിട്ടുന്നുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്ക് കൂട്ടി തരുമ്പോൾ അത് നിങ്ങൾക്കൊരു ഗതികേട് വരരുത് എന്ന് കരുതലുണ്ട് എപ്പോഴും മനസ്സിൽ. ഈ പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ഈ പ്രാവശ്യം വരുന്ന സാധനം നല്ല റേറ്റ് കമ്മിയാക്കി തന്നെ 1/2 കിലോനും 1/4 കിലോനും ഒക്കെ കൊടുക്കണമെന്ന് മനസ്സിലുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഷോർട്ട് യാർഡും സാധനങ്ങളൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാക്കും അത് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. പോവാല പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ വേഗം ഈ പരിപാടികളൊക്കെ തീർക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം അടുക്കളയ്ക്ക് വേണ്ട പോലെ തിരിഞ്ഞു നോക്കാൻ കഴിയൂല. അപ്പോൾ പിന്നെ ഇതൊക്കെ ഒന്ന് നന്നാക്കിക്കാണ്ടേ ഒന്നുകൊണ്ട് അടിച്ച് വൃത്തിയാക്കിക്കാണ്ട് നമ്മൾ ആ ചട്ടിയും കുടുക്കി നിങ്ങൾ പറഞ്ഞ പോലെ ആ ചായൻ്റെ പാത്രമൊക്കെ ഒന്നും കമ്പിച്ചണ്ടിയും ഇതൊക്കെ ഇട്ട് കാണുന്ന ഒരച്ചിന് കേകി കഴിഞ്ഞാൽ 2 ദിവസം ഇനിയിപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കാൻ കഴിയൂല. ഒന്നാമത് നിങ്ങളെ കോള് വരും, പിന്നെ വാട്സപ്പ്, ഇതൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് പോകണ്ടേ. അധികം മാക്സിമം എല്ലാവരും വാട്സപ്പ് ചെയ്ത് വെക്കാൻ ശ്രമിക്കൊണ്ടിട്ടോ. പിന്നെ ഉമ്മമാർക്കൊന്നും വാട്സപ്പ് ചെയ്താലും മനസ്സിലാവില്ല. ഓല് വിളിച്ചോട്ടെ, ഓല് വിളിച്ചാൽ അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ നാട്ടുവർത്താനം പറയാനും വിളിച്ചരുത് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഒക്കെപ്പാട് കജൂല. എല്ലാവരും ഇങ്ങനെ കോൾ ചെയ്ത് കൊണ്ടിരിക്കുമായിരിക്കും. കിട്ടണില്ല പത്തുവോ അറിയും. അപ്പോൾ കുറേ നേരം വർത്താനം കൂട്ടൊക്കെ പറഞ്ഞു കുത്തർന്നാൽ ഇച്ച് ഭയങ്കര തീർപ്പതിയുള്ള കാര്യം തന്നെ കേട്ടോ. നിങ്ങളോട് വർത്താനം പറയണമൊക്കെ ഇച്ച് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. പക്ഷേ അതിനുള്ള ടൈം നമുക്ക് കിട്ടൂല.
ഒന്നാമത് അടുക്കളയിലത്തെ കാര്യം, കുട്ടികളെ കാര്യം, പിന്നെ നിങ്ങളെ ബണ്ണിൻ്റെ ഓർഡർ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യം കുറച്ചെങ്കിലും നമ്മൾ പറഞ്ഞു തരണ്ടേ. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ആ റൂൾ ചെയ്താൽ എത്ര ഉറുപ്പ്യക്ക് വിൽക്കാമെന്നും മെറ്റീരിയൽസിന് എന്ത് റേറ്റ് എടുക്കാമെന്നും എങ്ങനെ അത് സെയിൽ ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് എല്ലാവർക്കും കേട്ടോ. ഇന്നെക്കൊണ്ട് കഴിയണ പോലെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. 10 ഉറുപ്പ്യ വെച്ച് കിട്ടിക്കണെങ്കിൽ ആ 10 ഉറുപ്പ്യ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുകയെന്ന് പറഞ്ഞു കൊടുക്കലുണ്ട്. ഒന്നാമത് ഒരു പ്രൊഡക്റ്റ് തന്നു കണ്ട് നമ്മളവിടെ മാറിക്കൊന്നുമില്ല. അപ്പോൾ അതാക്കണം കേട്ടോ. എന്നെ പോലെ നന്നായിട്ട് എല്ലാവരും ഒന്നും ഞാൻ അങ്ങനെയാണ് കേട്ടോ മനസ്സിൽ കരുതൽ. നമ്മൾ വന്ന വഴി നമുക്ക് നല്ലോണം അറിയാലേ. അപ്പോൾ അതാക്കണം ഒന്ന് 800 ഇട്ടുകാണ്ട് ഒന്നും മോറി നന്നാക്കട്ടെ. ഒക്കെ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു മനസ്സിക്കും ഒരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ മഞ്ചേരി വന്നിട്ടുണ്ട് നമ്മളെ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞപ്പോൾ കാക്കു കൊണ്ടുവരാൻ പോയിക്കാണ്. അപ്പോൾ വിളിച്ചണോലോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് ഇട്ടിട്ട് മെസ്സേജ് വിട്ടുകൊണ്ടിന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെസ്സേജ് വിട്ട് വെക്കണോലോട് നമ്മൾ ആ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞും കൊടുക്കലുണ്ട് കേട്ടോ. ഒന്നാമത് എന്താണെന്നോ ഒന്നിനും കഴിച്ചൂലായിരുന്നു മൂലൊക്കെ കുത്തിർക്കണ കുറേ എണ്ണ ഉണ്ട് ഇയാളെ. വെറുതെ പറയല്ല, ഞാനും അങ്ങനെ കുറേ ഇരുന്നാണെന്ന് ഒലൊളിച്ചു കാണ്ടൊക്കെ എന്താപ്പോൾ ചെയ്യാതിരുതി കാണ്ട് എന്തെങ്കിലും പുറത്ത് പോകാനും വയ്യ. എന്നാൽ പെരി ഇരുന്ന് കാണ്ട് എന്ത് ചെയ്യുക അത് ആലോചിച്ച് കുറേ ഞാൻ നിലയും വിളിയും കൂടിയതാട്ടോ. ഇപ്പോഴാണ് അതിനൊരു സമാധാനം കിട്ടിയത്. അപ്പോൾ അത് നിങ്ങൾക്കും പറഞ്ഞു എന്നാൽ പെരി കുത്തിർന്ന് കാണ്ട് തന്നെ ഇതിപ്പോൾ തലയിലേറ്റിക്കാണ്ട് നമുക്ക് അങ്ങാടി കൂടെ നടക്കാനൊന്നും കഴിയൂലല്ലോ. പെരി കുത്തിർന്ന് കാണ്ട് 5, 10, 20 ഒക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ അതിലൊക്കെ വലിയ നമുക്ക് സന്തോഷമല്ലേ. അപ്പോൾ എനിക്കൊരു സന്തോഷമാണ്, നിങ്ങൾക്കും അതിൽ കിട്ടണേൽ കേട്ടോ. അപ്പോൾ അതൊക്കെ നീ തേച്ച് മോറി നന്നാക്കട്ടെ. എല്ലാം കൂടിയും കഴിച്ചൂല. എല്ലാം കൂടിയും കഴിച്ചുമ്പോഴത്തേനും ഇനിയിപ്പോൾ കാക്കും ആ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴത്തേനും ചോറുണ്ടാക്കി വെക്കണം. പിന്നെ മീൻ അവിടെ കായം കൂട്ടി വെച്ചിനി അത് പൊരിച്ചണം. ചോറ് ലേസം വെക്കണം. പിന്നെ ലേസം കരിയാണ് കേട്ടോ. കരി എല്ലാം ഒന്നും കുത്തിക്കുക. എന്തേ ആത്താ പുറത്തേക്ക് ഇറങ്ങിക്കൂടെ ഇനിയോ പൈപ്പില്ലേ എന്ന് ചോദിച്ചാണ്ട. മഴ ചാറുന്നുണ്ട് നല്ലോണം കേട്ടോ. ഇടക്ക് പെയ്യും ഇടക്ക് പോവും അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ അവിടെയൊക്കെ മഴ ഉണ്ടോ മക്കളെ? അപ്പോൾ ആ മഴ പെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇനി അതിൻ്റെ മൂർത്താക്ക് തട്ടിക്കഴിഞ്ഞാൽ പനിയൊക്കെ വരും. അപ്പം ഇനി 2 ദിവസത്തിന് പിന്നെ എനിക്ക് അങ്ങോട്ട് നോക്കേണ്ടി വരില്ല എന്ന് കരുതിക്കാണ്ട് ഇതൊക്കെ എന്താണ് മോറി നന്നാക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊരു വ്ളോഗ് എടുക്കുമ്പോൾ താത്ത ഒന്ന് കമ്പിച്ചണ്ടിട്ട് മോറിയെന്ന് പറയും നിങ്ങൾ. അതിനൊന്നും ഒഴിവ് കിട്ടായിട്ടാണ് കേട്ടോ പൊന്നു മക്കളെ. ഒക്കത്തിനും പൂതിയാണ്. എല്ലാം കൂടി എൻ്റെ കൈജ് എത്തിയിട്ട് വേണ്ടേ. നിങ്ങൾ കാണില്ലേ ഇപ്പം നമ്മളെ കാര്യങ്ങളൊക്കെ. ഇൻഷാ അല്ലാഹ് ഒക്കെ റെഡിയാവും. എല്ലാവർക്കും വരൂലേ നല്ല കാലങ്ങളൊക്കെ. പിന്നെന്താ ഇന്നലത്തെ കമൻറ്റിൽ കണ്ടുക്കണല്ലോ ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം കരുതിയിട്ട് കുറേ ദിവസമായി. അതിനൊന്നും ഒഴിവ് കിട്ടിയിട്ടില്ല. ഋതുവിനോട് ഇന്ന് ഞാൻ പറയണ്ട് കേട്ടോ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുകടാ എന്ന് പറയണ്ട്. അപ്പം അതിൻ്റെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടുകൊണ്ട് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ എന്നൊക്കെ ചോദ്യം ചോദിച്ചുകൊണ്ട് അതിനനുസരിച്ച് ഉത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ കമൻറ്റിൽ ഞാൻ കണ്ടു കിണറിൻ്റെ അവിടെ അത് നന്നാക്കലുണ്ട്. എന്നാലും മഴ പെയ്താൽ പൊന്തി വരുന്നതാണ്. ഒന്നാമത് നമ്മളെ ഉമ്മ കിടപ്പിലായില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇന്നലെ അന്തിക്ക് ഞാനും കാക്കുമൊക്കെ പോയി വന്നു കേട്ടോ. അപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞത് നിങ്ങൾ അറിഞ്ഞില്ലേ, ഞാൻ പറഞ്ഞിരുന്നല്ലോ കാല് പൊട്ടിയതാണെന്ന്. അപ്പോൾ കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ റെഡി ആയി വരട്ടെ, എല്ലാവരും ദുആ ചെയ്യോണ്ടിട്ടോ. അപ്പോൾ ആ കിടത്ത് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ടാണ്. മറ്റേ ഉമ്മ ഉണ്ടാവുമ്പോൾ ഉമ്മാൻ്റെ കൈയും കാലൊന്നും അടങ്ങിക്കലില്ല. വയസ്സായ ഉമ്മയാണ്. അപ്പോൾ എല്ലാ പണികളും ഉമ്മ എടുക്കലുണ്ട് കേട്ടോ. ഉമ്മ മുറ്റ വരെ അടിച്ചു വരും, വൃത്തിയാക്കും. അതൊക്കെ ഇലകളൊക്കെ വെട്ടി വൃത്തിയാക്കും. എല്ലാം ഉമ്മ ചെയ്യണതാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് കിടപ്പിലായപ്പോഴേ വല്ലാത്തൊരു സങ്കടം കേട്ടോ. ഇന്നലെ ഞാനിങ്ങനെ കാക്കൂനോട് പറഞ്ഞും ചെയ്തു. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിലും പെടുത്തോണ്ടിട്ടോ. അതാണ് കേട്ടോ മക്കളെ. പിന്നെ ആ വലയൊക്കെ എടുത്തുകാണ്ട് നന്നാക്കണം. പിന്നെ പട് കെട്ടണം എല്ലാവരും പറയുന്നുണ്ട്. കുട്ടികളൊക്കെ അല്ലേ അത് കുറേ ദിവസമായി അതിന് നിൽക്കൽ തുടങ്ങിയിട്ട്. പക്ഷെ അതിനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ പട് കെട്ടണം എന്നുണ്ടെങ്കിലും ഒക്കെ ചുറ്റും വട്ടമൊക്കെ നന്നാക്കി അതിനും വേണ്ടേ ഒരു പൈസ ഇറക്കിക്കാണ്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് ഇപ്പം അതിനൊന്നും കഴിയൂല നിങ്ങൾക്ക് അറിയണമല്ലോ. ഒക്കെ ചെയ്യണം. പിന്നെ കുട്ടികൾ അങ്ങനെ വല്ലാതെ ഒന്നും ആ ഭാഗത്തേക്ക് പോലില്ല കേട്ടോ. മൂത്തച്ഛൻ്റെ കുട്ടി അങ്ങനെ വല്ലാതെ പോലില്ല. നമ്മൾ ലിനുമോൾ ഇറങ്ങിപ്പോയാലും വല്ലാതെ ആ ഭാഗങ്ങൾക്കൊന്നും പോവലില്ല. അപ്പോൾ അതങ്ങനെ മൂടി വെച്ചിക്കുക, വലയൊക്കെ ഇട്ട് വൃത്തിയാക്കി കാണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ഇല ചാടിക്കണെന്നുള്ളൂ. അപ്പോൾ അതാക്കണ് പാത്രമോറലൊക്കെ ഒരു സുമാറപ്പം പോലെയാണ് കഴിച്ചു. ഒരു ഓസിപ്പണിയാക്കി കഴിച്ചു കേട്ടോ. ലേസീച്ച മോറ് നല്ലത്. ഒന്നായിട്ട് ഞാൻ നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾ കരയിൽ തുടങ്ങും. അപ്പം നമ്മൾ തൃശ്ശൂരിലൊരു കൂട്ടുകാരി എപ്പോഴും മെസ്സേജ് ഇടലുണ്ട്. ഇന്നെ ഭയങ്കര ഇഷ്ടം എൻ്റെ മക്കളെയൊക്കെ കേട്ടോ. അവരെ കല്യാണമാണ് സെപ്റ്റംബർ 1-ാം തീയതി. അപ്പം എല്ലാവരും ദുആ ചെയ്യേണ്ടി അവർക്കും വേണ്ടി എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉമ്മമാരോടും ഇത്താത്തമാരോടൊക്കെ അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കൊരു കല്യാണം വന്നതാണ്. എല്ലാവരോടും ദുആ ചെയ്യാൻ പറയേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർക്കും വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും.